അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE. ഈ ആണുങ്ങൾക്ക് മാത്രം എന്താ ഇത്ര അധികം നെറ്റ് കെയറിലും ഹെയർ ലോസ് ഒക്കെ ഉണ്ടാവണേ? ആണുങ്ങളുടെ ഹെയർ ലോസിന്റെ മേജർ റീസൺസ് തന്നെ ഡിഫറെന്റ് ആണ്. സ്കാൽപ്പിലുള്ള 5-ആൽഫ റിഡക്ടേസ് എന്ന എൻസൈം നിങ്ങളുടെ ഹോർമോണുമായി ചേർന്ന് ഹെയർ ഫോളിക്കിൾസിനെ ചുരുക്കുന്നു. അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ മെൻ യൂസ് ചെയ്യൂ. പുരുഷന്മാർക്ക് വേണ്ടി ബയോടെക്നോളജി പ്രകാരം പ്രത്യേകം ഡെവലപ്പ് ചെയ്തത്. നമസ്കാരം, ഞാൻ ഷാജി പത്മനാഭൻ. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ഓഗസ്റ്റ് 19 തിങ്കളാഴ്ച. കൊൽക്കത്തയിൽ ജൂനിയർ വനിതാ ഡോക്ടർ കൊല്ലപ്പെട്ട സംഭവത്തിൽ സ്വമേധയാ കേസെടുത്ത് സുപ്രീം കോടതി. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ 3-അംഗ ബെഞ്ച് നാളെ വിഷയം പരിഗണിക്കും. സുപ്രീം കോടതി ഇടപെടൽ തേടി 2 അഭിഭാഷകരും തെലങ്കാനയിൽ നിന്നുള്ള ഡോക്ടറും ചീഫ് ജസ്റ്റിസിനെ കത്തയച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് നടപടി. കേസിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ വിശദീകരണം നൽകും. ആർജികർ മെഡിക്കൽ കോളേജിലെ PG ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ സംഭവത്തിൽ ഇന്നലെയും പ്രതിഷേധം ശക്തമായിരുന്നു. കൊൽക്കത്ത നഗരത്തിന് പുറമെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രതിഷേധം നടന്നു. മോഹൻ ബഗാൻ, ഈസ്റ്റ് ബംഗാൾ ഫുട്ബോൾ ക്ലബ്ബുകളുടെ ആരാധകർ കായിക മേഖലയിലെ തങ്ങളുടെ വൈര്യം മറന്ന് കൊൽക്കത്തയിൽ ഒരുമിച്ച് പ്രതിഷേധിച്ചു. കൊൽക്കത്തയിൽ ജൂനിയർ വനിതാ ഡോക്ടർ കൊല്ലപ്പെട്ട സംഭവത്തിൽ ഡോക്ടർമാരുടെ രാജ്യവ്യാപക പ്രതിഷേധം ശക്തമാകുന്ന സാഹചര്യത്തിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ക്രമസമാധാന നിലയിൽ റിപ്പോർട്ട് തേടി. ആർജികർ മെഡിക്കൽ കോളേജ് പരിസരത്ത് നിരോധനാജ്ഞ പുറപ്പെടുവിച്ചിരിക്കുകയാണ്. പരിസരത്ത് പ്രതിഷേധങ്ങൾക്കും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. 2 മണിക്കൂർ ഇടവിട്ട് റിപ്പോർട്ട് നൽകണമെന്നാണ് സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. കൊൽക്കത്തയിലെ ഡോക്ടറുടെ കൊലപാതകത്തിൽ പ്രധാനമന്ത്രിയെ ആശങ്ക അറിയിച്ച് കത്ത് നൽകി 70-ലധികം പത്മ അവാർഡ് ജേതാക്കളായ ഡോക്ടർമാർ. സംഭവത്തിന് പിന്നിലുള്ള എല്ലാവരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും ആരോഗ്യ പ്രവർത്തകരുടെ ജീവന് സുരക്ഷയൊരുക്കണമെന്നും കത്തിൽ ആവശ്യപ്പെടുന്നു. ആരോഗ്യമേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെ സംരക്ഷണത്തിനായി ശക്തമായ നിയമനിർമ്മാണം നടത്തണമെന്നും ഡോക്ടർമാർ ആവശ്യപ്പെട്ടു. മകൾക്ക് നീതി ലഭിക്കാനായി കേരളത്തിന്റെ അടക്കം തെരുവിൽ നടക്കുന്ന പോരാട്ടങ്ങളിൽ പ്രതീക്ഷയുണ്ടെന്ന് കൊൽക്കത്തയിൽ ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ട ജൂനിയർ വനിതാ ഡോക്ടറുടെ അച്ഛൻ. മകളെ നഷ്ടപ്പെട്ട തങ്ങൾക്ക് നീതി വേണമെന്നും കുറ്റവാളികളെ ഉടൻ പിടികൂടണമെന്നുമാണ് CBIയോട് പറയാനുള്ളതെന്നും അദ്ദേഹം പ്രതികരിച്ചു. അതേസമയം ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയിലുള്ള വിശ്വാസം നഷ്ടമായതായി കുടുംബം മാധ്യമങ്ങളോട് പറഞ്ഞു. വിവിധ മന്ത്രാലയങ്ങളിലെ പ്രധാന തസ്തികകളിൽ കോൺട്രാക്ട് ലാറ്ററൽ എൻട്രി നിയമനങ്ങൾ നടത്താനുള്ള കേന്ദ്ര സർക്കാർ നീക്കത്തിനെതിരെ വിമർശനവുമായി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. UPSCക്ക് പകരം RSS വഴി സർക്കാർ ജോലികളിൽ ആളെ കയറ്റി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണഘടനയെ ആക്രമിക്കുകയാണെന്ന് രാഹുൽ ഗാന്ധി ആരോപിച്ചു. എയിംസ് സ്ഥാപിക്കുന്നത് അവികസിത പ്രദേശങ്ങളിൽ എവിടെയെങ്കിലും ആയിരിക്കണമെന്ന് കേന്ദ്ര ടൂറിസം സഹമന്ത്രി സുരേഷ് ഗോപി. ഇത് ആ പ്രദേശത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്കും അടിസ്ഥാന സൗകര്യ വികസനത്തിനും കാരണമാകുമെന്നും കാസർഗോഡിനാണ് എയിംസ് ആവശ്യമെങ്കിൽ അത് അവിടെ വരുമെന്നും അദ്ദേഹം പറഞ്ഞു. വയനാട് ദുരന്തബാധിതരുടെ സാമ്പത്തിക ബാധ്യത അടക്കമുള്ള കാര്യങ്ങളിൽ സുപ്രധാന തീരുമാനങ്ങൾക്ക് സംസ്ഥാനതല ബാങ്കേഴ്സ് സമിതി ഇന്ന് യോഗം ചേരും. തിരുവനന്തപുരത്ത് നടക്കുന്ന യോഗത്തിൽ വിവിധ ബാങ്ക് പ്രതിനിധികൾ അടക്കമുള്ളവർ യോഗത്തിൽ പങ്കെടുക്കും. ഈടും വസ്തുവകകളും നഷ്ടമായവരുടെ ബാധ്യതകൾ എഴുതിത്തള്ളുകയോ വായ്പകൾക്ക് മൊറട്ടോറിയം ഏർപ്പെടുത്തുകയോ ചെയ്യാൻ നടപടികളുണ്ടായേക്കും. വയനാട്ടിലെ ദുരിതബാധിതരായ വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ടെന്നും പാഠപുസ്തകങ്ങളും പഠനോപകരണങ്ങളും തയ്യാറാണെന്നും വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടി. ദുരന്തത്തിന് ശേഷം മുടങ്ങിക്കിടക്കുന്ന വിദ്യാഭ്യാസം പുനഃസ്ഥാപിക്കുന്നതിനു വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടിരുന്നുവെന്ന് മന്ത്രി പറഞ്ഞു. വയനാട് ദുരിതബാധിതർക്കുള്ള സർക്കാരിന്റെ ധനസഹായം അക്കൗണ്ടിൽ വന്ന ഉടനെ ചൂരൽമലയിലെ ഗ്രാമീണ ബാങ്ക് EMI പിടിച്ച സംഭവത്തിൽ ഇടപെട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസ്. എന്താണ് സംഭവിച്ചതെന്ന് പരിശോധിച്ച് റിപ്പോർട്ട് നൽകാനാണ് കളക്ടർക്കുള്ള നിർദ്ദേശം. വിഷയം പരിശോധിക്കുന്നതായി ജില്ലാ കളക്ടർ വ്യക്തമാക്കി. വീട് പണിക്ക് വേണ്ടി ചൂരൽമലയിലെ ഗ്രാമീണ ബാങ്കിൽ നിന്ന് 50,000 രൂപ വായ്പയെടുത്ത ആളുടെ പണമാണ് ബാങ്ക് പിടിച്ചത്. വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തബാധിതരിൽ നിന്ന് ഗ്രാമീൺ ബാങ്ക് പിടിച്ച പണം തിരികെ നൽകുമെന്ന് ബാങ്ക് ചെയർമാൻ അറിയിച്ചിട്ടുണ്ടെന്ന് ബാങ്കേഴ്സ് സമിതി ജനറൽ മാനേജർ KS പ്രദീപ്. ഇന്ന് തിരുവനന്തപുരത്ത് SLBC പ്രത്യേക യോഗം ചേരുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. വയനാട് ഉരുൾപൊട്ടലിന് മുമ്പും ശേഷവും പ്രദേശം എങ്ങനെയെന്നതിന്റെ ഉപഗ്രഹ ചിത്രങ്ങൾ പുറത്തുവിട്ട് റോയിറ്റേഴ്സ്. ചൂരൽമല മുതൽ താഴെ പുഞ്ചിരിമുട്ടവും മുണ്ടക്കൈയും വരെ എങ്ങനെയാണ് പൊട്ടിയൊലിച്ചെത്തിയ ഉരുൾ വിഴുങ്ങിയത് എന്നതിന്റെ ഭീകരമായ ചിത്രങ്ങളാണ് പുറത്ത് വന്നിരിക്കുന്നത്. മുല്ലപ്പെരിയാർ ഡാം പൊട്ടിയാൽ ആര് ഉത്തരം പറയുമെന്ന് BJP നേതാവും കേന്ദ്ര സഹമന്ത്രിയുമായ സുരേഷ് ഗോപി. മുല്ലപ്പെരിയാർ ഡാം ഭീതി പടർത്തുന്നുവെന്ന് പറഞ്ഞ അദ്ദേഹം ഹൃദയത്തിൽ ഇടിമുഴക്കം പോലെയാണ് ഡാം നിൽക്കുന്നതെന്നും കേരളത്തിന് ഇനി ഒരു കണ്ണീർ താങ്ങാൻ കഴിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു.
മുല്ലപ്പെരിയാർ അണക്കെട്ട് വിഷയത്തിൽ കേന്ദ്ര സർക്കാർ ഇടപെടണമെന്ന് ഇടുക്കി രൂപത മീഡിയ കമ്മീഷൻ ഡയറക്ടർ ഫാദർ ജിൻസ് കാരക്കാട്ട് ജനങ്ങളോട് ആശങ്കപ്പെടരുതെന്നും ആശങ്ക പ്രചരിപ്പിക്കരുതെന്നും പറയുന്നതിൽ അർത്ഥമില്ലെന്നും ആശങ്കകൾ പരിഹരിക്കേണ്ടത് ഭരണകൂടമാണെന്നും ഇടുക്കിയിൽ നിന്നും ജയിച്ചുപോയ ജനപ്രതിനിധികൾ ജനങ്ങളുടെ ആകുലത തിരിച്ചറിഞ്ഞ് ഉത്തരവാദിത്ത ബോധത്തോടെ പ്രവർത്തിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. കേന്ദ്ര സർക്കാർ ഉത്തരവാദിത്തത്തോടെ വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാക്കി അടിയന്തര പരിഹാരം ഉണ്ടാക്കണമെന്നും പുതിയ അണക്കെട്ട് നിർമ്മിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഈ ഓണം 100ാം ഓണം സെലിബ്രേറ്റിംഗ് 100 years of പുളിമൂട്ടിൽ സിൽക്സ്. മികച്ച ചിത്രത്തിനുള്ള സംസ്ഥാന അവാർഡ് നേടിയ കാതൽ സിനിമയ്ക്കെതിരെ KCBC ജാഗ്രതാ കമ്മീഷൻ സ്വവർഗ ബന്ധങ്ങളെ കാത്തോലിക്ക സഭയും പോപ്പും അംഗീകരിച്ചു എന്ന പ്രചരണം വസ്തുതാവിരുദ്ധമാണെന്നും എന്നാൽ വ്യക്തികളെ അവരുടെ ലൈംഗിക ആഭിമുഖ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒറ്റപ്പെടുത്താതെ കാരുണ്യത്തോടെ ഉൾക്കൊള്ളുന്ന സമീപനമാണ് സഭയുടേതെന്നും KCBC ജാഗ്രതാ കമ്മീഷൻ ഫേസ്ബുക്ക് കുറിപ്പിൽ വ്യക്തമാക്കി. ഇനിയും ഇത്തരം വിഷയങ്ങളിൽ സഭ പ്രബോധനങ്ങൾക്കനുസൃതമായ നിലപാട് സ്വീകരിക്കുമെന്നും കമ്മീഷൻ വ്യക്തമാക്കി. കാഫിർ സ്ക്രീൻഷോട്ട് വിവാദത്തിൽ കുറ്റാരോപിതനായ റിബേഷിന്റെ ഉദ്ദേശശുദ്ധി തെറ്റിദ്ധരിക്കപ്പെട്ടുവെന്ന് ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി PC ഷൈജു ഉത്തരവാദിത്തപ്പെട്ട സംഘടനാ നേതാവ് എന്ന നിലയിൽ സമൂഹത്തിന് മുന്നറിയിപ്പ് നൽകുകയാണ് റിബേഷ് ചെയ്തത്. അതുകൊണ്ടാണ് പാറക്കൽ അബ്ദുൾക്കെതിരെ നിയമ നടപടിക്ക് ഇറങ്ങിയത്. റിബേഷിന് ഡിവൈഎഫ്ഐ പൂർണ്ണ പിന്തുണ നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. കാഫിർ സ്ക്രീൻഷോട്ട് വിവാദവുമായി ബന്ധപ്പെട്ട് പോരടിച്ച് ഡിവൈഎഫ്ഐയും യൂത്ത് കോൺഗ്രസും. സ്ക്രീൻഷോട്ട് നിർമ്മിച്ചത് റിബേഷ് ആണെന്ന് തെളിയിക്കുന്നവർക്ക് 25 ലക്ഷം രൂപയാണ് ഡിവൈഎഫ്ഐ ഇനാം പ്രഖ്യാപിച്ചത്. എന്നാൽ കാഫിർ സ്ക്രീൻഷോട്ട് കേസിലെ പ്രതികളെ റിബേഷ് തെളിയിച്ചാൽ പണം യൂത്ത് കോൺഗ്രസ് നൽകുമെന്ന് യൂത്ത് കോൺഗ്രസ് പോസ്റ്ററിലൂടെ മറുപടി നൽകി. കാഫിർ പോസ്റ്റിന്റെ ഉത്തരവാദിത്തം UDFന്റെ തലയിൽ കെട്ടിവെക്കാൻ MV ഗോവിന്ദൻ ശ്രമിക്കുമ്പോൾ CPMന്റെ മുഖമാണ് കൂടുതൽ വികൃതമാകുന്നതെന്ന് K സുധാകരൻ MP. കാഫിർ വിവാദം CPMന്റെ സമനില തെറ്റിച്ചു. പോലീസിനെ ഉപയോഗിച്ച് എത്ര തമസ്കരിച്ചാലും ഈ പോസ്റ്റിന് പിന്നിലുള്ളത് CPM ആണെന്ന് മാലോകർക്ക് അറിയാമെന്നിരിക്കെ അതിൽ നിന്ന് തടിയൂരാനുള്ള ഓരോ ന്യായീകരണവും CPMന്റെ അടിവേരാണ് ഇളക്കുന്നത് എന്നും K സുധാകരൻ വ്യക്തമാക്കി. പാർട്ടി ഫണ്ട് തിരിമറി കേസിൽ CPM നേതാവും മുൻ MLAയും KTDC ചെയർമാനുമായ PK ശശിക്കെതിരെ CPM നടപടി. PK ശശിയെ പാർട്ടിയുടെ തെരഞ്ഞെടുക്കപ്പെട്ട എല്ലാ സ്ഥാനങ്ങളിൽ നിന്നും നീക്കി. മണ്ണാർക്കാട് ഏരിയ കമ്മിറ്റി പിരിച്ചുവിട്ടു. ഇന്നലെ MV ഗോവിന്ദന്റെ സാന്നിധ്യത്തിൽ ചേർന്ന പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ് നടപടി. മണ്ണാർക്കാട് ഏരിയ കമ്മിറ്റി ഓഫീസ് നിർമ്മാണ ഫണ്ടിൽ തിരിമറി നടത്തിയെന്നാണ് ആരോപണം. PK ശശി അധ്യക്ഷനായ യൂണിവേഴ്സൽ കോളേജ് നിയമനത്തിലും ക്രമക്കേടെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തിയെന്നാണ് വിവരം. പത്തനംതിട്ട CPMൽ വീണ്ടും നടപടി. തിരുവല്ല ഏരിയ കമ്മിറ്റി അംഗത്തിനെതിരെയും ലോക്കൽ സെക്രട്ടറിക്കുമെതിരെയാണ് പാർട്ടി നടപടി. ഇരുവരെയും തെരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനങ്ങളിൽ നിന്നും നീക്കി. ദേവസ്വം ബോർഡ് നിയമനക്കോഴ ആരോപണത്തിലാണ് ഏരിയ കമ്മിറ്റി അംഗം പ്രകാശ് ബാബുവിനെതിരെ നടപടിയെടുത്തത്. തിരുവല്ല ടൗൺ നോർത്ത് ലോക്കൽ സെക്രട്ടറി കൊച്ചുമോനെയും സ്ഥാനത്ത് നിന്ന് നീക്കി. റഷ്യൻ സൈനിക സംഘത്തിന് നേരെയുണ്ടായ യുക്രൈൻ ഷെല്ലാക്രമണത്തിൽ തൃശൂർ ജില്ലയിലെ തൃക്കൂർ സ്വദേശി കൊല്ലപ്പെട്ടതായി ബന്ധുക്കൾക്ക് വിവരം ലഭിച്ചു. തൃക്കൂർ നായരങ്ങാടി സ്വദേശി കാങ്കിൽ ചന്ദ്രന്റെ മകൻ സന്ദീപാണ് റഷ്യൻ സൈന്യത്തോടൊപ്പമുണ്ടായിരുന്നത്. സംഭവത്തിൽ എംബസിയിൽ നിന്നുള്ള ഔദ്യോഗിക സ്ഥിരീകരണം ഇന്ന് ലഭിക്കുമെന്ന് റഷ്യയിൽ നിന്നുള്ള മലയാളി സംഘടനകൾ അറിയിച്ചു. താൻ ഭരത്ചന്ദ്രനിൽ നിന്ന് വളർന്നിട്ടില്ലെന്ന വിമർശനങ്ങൾക്ക് പൊതുവേദിയിൽ സിനിമാ ഡയലോഗിലൂടെ മറുപടി പറഞ്ഞ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. ജനങ്ങൾക്ക് ഭരത്ചന്ദ്രനെയാണ് വേണ്ടതെന്നും ജനങ്ങൾക്ക് തന്നോടുള്ള ഇഷ്ടം ഇല്ലാതാക്കാനാണ് ശ്രമമെന്നും സുരേഷ് ഗോപി വിമർശിച്ചു. ഭരത്ചന്ദ്രനായി മാത്രമല്ല തമിഴ് പടം ദീനയിലെ ആദികേശവനായും സുരേഷ് ഗോപി മാറി. ഈ ചിത്രത്തിലെ തമിഴ് ഡയലോഗ് കൂടി പറഞ്ഞാണ് സുരേഷ് ഗോപി വേദി വിട്ടത്. ICSI കൊച്ചി ചാപ്റ്ററിന്റെ പരിപാടിയിലായിരുന്നു കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ മാസ് ഡയലോഗ്. സംസ്ഥാനത്ത് ഓഗസ്റ്റ് 21 വരെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും മണിക്കൂറിൽ 30 കിലോമീറ്റർ മുതൽ 40 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ 50 കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആലപ്പുഴ, എറണാകുളം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ അലർട്ടാണ്.
കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ രോഗിയെ ചികിത്സിക്കുന്നതിനിടെ വനിതാ നഴ്സിംഗ് ഓഫീസർക്ക് നേരെ ക്രൂരമായ ആക്രമണം. സാരമായി പരിക്കേറ്റ ഇവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇവരുടെ വലതു കൈക്ക് പൊട്ടൽ ഏൽക്കുകയും കണ്ണിന് മുകളിലായി മുറിവേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്നലെ പുലർച്ചെയായിരുന്നു സംഭവം. ICRT ഇന്ത്യ ചാപ്റ്ററിന്റെ 2024 ഉത്തരവാദിത്ത ടൂറിസം അവാർഡുകൾ പ്രഖ്യാപിച്ചപ്പോൾ കേരള ടൂറിസം 1ാം സ്ഥാനം നേടി. കേരള ഉത്തരവാദിത്ത ടൂറിസം മിഷൻ സൊസൈറ്റി നടപ്പിലാക്കുന്ന ബേപ്പു സമഗ്ര ഉത്തരവാദിത്ത ടൂറിസം പദ്ധതിയാണ് അവാർഡിന് അർഹമായത്. ദില്ലിയിലെ നിർഭയ സംഭവത്തെക്കാൾ ഭീകരമായ കുറ്റകൃത്യമാണ് കൊൽക്കത്തയിൽ നടന്നതെന്നും ഓരോ ഇന്ത്യക്കാരനും ലജ്ജിച്ച് മുഖം താഴ്ത്തണമെന്നും ഗായിക ചിത്ര. സംഭവത്തിൽ ഉൾപ്പെട്ട എല്ലാവരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയോട് വിനീതമായി അഭ്യർത്ഥിക്കുകയാണെന്നും പരേതയായ ആത്മാവിനു വേണ്ടി തലകുമ്പിട്ട് പ്രാർത്ഥിക്കുകയാണെന്നും ചിത്ര സോഷ്യൽ മീഡിയയിൽ കുറിച്ചു. ശബരിമലയിൽ പുതിയതായി പണികഴിപ്പിക്കുന്ന ഭസ്മകുളത്തിനും കാനന ഗണപതി മണ്ഡപത്തിനും തറക്കല്ലിട്ടു. ശബരിമല തന്ത്രി കണ്ഠരർ രാജീവിന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് എന്നിവർ ചേർന്നാണ് ഭസ്മകുളത്തിന് തറക്കല്ലിട്ടത്. മകരജ്യോതി ശബരി ഗസ്റ്റ് ഹൌസുകൾക്ക് സമീപമാണ് പുതിയ ഭസ്മകുളം നിർമ്മിക്കുന്നത്. AIYF പാലക്കാട് ജില്ലാ കമ്മിറ്റി അംഗമായിരുന്ന ഷാഹിന മണ്ണാർക്കാടിന്റെ ദുരൂഹമരണം ജില്ലാ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കും. മണ്ണാർക്കാട് പോലീസിന്റെ അന്വേഷണമാണ് ജില്ലാ ക്രൈംബ്രാഞ്ചിന് വിട്ടത്. ക്രൈംബ്രാഞ്ച് അന്വേഷണം ആവശ്യപ്പെട്ട് ഭർത്താവ് മൈലങ്കോട്ടിൽ മുഹമ്മദ് സാദിഖും മക്കളും ബന്ധുക്കളും പോലീസ് സ്റ്റേഷന് മുന്നിൽ സമരം നടത്തിയിരുന്നു. മലയാളത്തിന്റെ പ്രിയ നടൻ മോഹൻലാൽ ആശുപത്രിയിൽ ചികിത്സ തേടി. പനിയും ശ്വാസസംബന്ധമായ ബുദ്ധിമുട്ടുകളെയും തുടർന്നാണ് മോഹൻലാൽ ചികിത്സ തേടിയിരിക്കുന്നതെന്നാണ് റിപ്പോർട്ട്. കൊച്ചിയിലെ അമൃത ആശുപത്രിയിലാണ് ചികിത്സ തേടിയത്. മോഹൻലാൽ ആരോഗ്യം വീണ്ടെടുക്കുകയാണെന്ന് ആശുപത്രി അധികൃതർ വ്യക്തമാക്കി. എടോ എങ്ങനെയുണ്ട്? ഓണത്തിന് ഇതാണോ എടുക്കുന്നേ? ഓണക്കോടി വരും. അതെ, 10ൽ ഒരാൾക്ക് ഈ സീരീസിൽ ഓണക്കോടി സമ്മാനം. മെഗാ സമ്മാനമാണെങ്കിലും പുതുപുത്തൻ ബെൻസ് കാറും. 2ാം സമ്മാനം ഇന്നോവ ക്രിസ്റ്റ, അതും 17. ഇത്തവണ സമ്മാനങ്ങളുടെ നക്ഷത്ര തിലക്കവുമായി KSFE ഗാലക്സി ചിട്ടികൾ. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ഡയറക്ടർ ജനറൽ രാകേഷ് പാൽ അന്തരിച്ചു. ഇന്നലെ ഉച്ചയ്ക്ക് 2:30 INS അടയാറിൽ സുപ്രധാന യോഗത്തിൽ പങ്കെടുക്കുന്നതിനിടെ ഹൃദയാഘാതം സംഭവിക്കുകയായിരുന്നു. ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും രാത്രി 7 മണിയോടെ മരണം സംഭവിച്ചുവെന്നാണ് ഔദ്യോഗിക അറിയിപ്പ്. US-ലെ ടെക്സാസിൽ ഇന്ത്യൻ വംശജരായ കുടുംബത്തിലെ 3 പേർ കാർ അപകടത്തിൽ കൊല്ലപ്പെട്ടു. ലിയാൻഡറിലെ താമസക്കാരായ അരവിന്ദ് മണി, ഭാര്യ പ്രദീപ് അരവിന്ദ്, മകൾ ആൽഡ്രിൻ അരവിന്ദ് എന്നിവരാണ് ലാംപസ് കൌണ്ടിക്ക് സമീപമുണ്ടായ അപകടത്തിൽ മരിച്ചത്. ജാർഖണ്ഡ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് ഇന്ത്യ സഖ്യത്തിന് തിരിച്ചടി നൽകി മുൻ മുഖ്യമന്ത്രിയും JMM നേതാവുമായ ചമ്പായ് സോറൻ BJPയിലേക്കെന്ന് റിപ്പോർട്ടുകൾ. 6 MLA-മാരുമായി സോറൻ ദില്ലിയിലെത്തി. ജയിൽവാസത്തിന് പിന്നാലെ ഹേമന്ത് സോറൻ മുഖ്യമന്ത്രി സ്ഥാനം തിരികെയെടുത്തതാണ് ചമ്പായ് സോറനെ പ്രകോപിപ്പിച്ചതെന്നാണ് സൂചന. മുൻ മുഖ്യമന്ത്രി ചമ്പായ് സോറന്റെ പാർട്ടി വിടാനുള്ള നീക്കങ്ങൾക്കിടെ പരോക്ഷ പ്രതികരണവുമായി JMM അധ്യക്ഷനും ജാർഖണ്ഡ് മുഖ്യമന്ത്രിയുമായ ഹേമന്ത് സോറൻ. അവർ ഗുജറാത്തിൽ നിന്നും അസമിൽ നിന്നും മഹാരാഷ്ട്രയിൽ നിന്നും നേതാക്കളെ കൊണ്ടുവന്ന് വിഷം കുത്തിവെച്ച് ആദിവാസികളെയും ദളിതരെയും പിന്നോക്കക്കാരെയും ന്യൂനപക്ഷങ്ങളെയും തമ്മിൽ തല്ലിക്കും. അവർ സമൂഹത്തെ മാത്രമല്ല വീടുകളും പാർട്ടികളും പിളർത്തുന്നു. പണം ഉപയോഗിച്ച് അവർ MLA-മാരെ വാങ്ങുന്നു. ഇപ്പോൾ നേതാക്കളും അതിൽ വീണ് പാർട്ടി മാറുന്നു. എന്നാൽ ആശങ്കപ്പെടേണ്ടതില്ല. കഴിഞ്ഞ 5 വർഷക്കാലം ഇന്ത്യ സഖ്യം ജനങ്ങൾക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നായിരുന്നു ഹേമന്ത് സോറന്റെ വാക്കുകൾ. സൗദി അറേബ്യ എംപോക്സ് മുക്തമെന്ന് പബ്ലിക് ഹെൽത്ത് അതോറിറ്റി അധികൃതർ വ്യക്തമാക്കി. എംപോക്സ് ടൈപ്പ് 1 കേസുകളൊന്നും സൗദിയിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ആഗോളതലത്തിൽ എംപോക്സ് വൈറസ് വ്യാപനം രൂക്ഷമായ സാഹചര്യത്തിലാണ് സൗദിയുടെ വിശദീകരണം. എന്നാൽ എംപോക്സ് രൂക്ഷമായ രാജ്യങ്ങളിലേക്കുള്ള യാത്രയ്ക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ലണ്ടനിൽ എയർ ഇന്ത്യയുടെ ക്യാബിൻ വനിതാ ക്രൂ അംഗത്തെ ഹോട്ടൽ മുറിയിൽ ശാരീരികമായി പീഡിപ്പിച്ചതായി പരാതി. അന്താരാഷ്ട്ര നിലവാരമുള്ള ഹോട്ടലിൽ അതിക്രമിച്ചു കയറി ജീവനക്കാരിയെ ആക്രമിക്കുകയായിരുന്നുവെന്നും സംഭവത്തിൽ ഖേദിക്കുന്നുവെന്നും എയർ ഇന്ത്യ അറിയിച്ചു. അവർക്ക് നിയമപരമായും മാനസികമായും പിന്തുണ നൽകുമെന്നും എയർ ഇന്ത്യ അറിയിച്ചു. റഷ്യയുടെ കൂടുതൽ ഭൂപ്രദേശത്തേക്ക് കയറി ആക്രമണം ശക്തമാക്കി യുക്രൈൻ. റഷ്യയുടെ പടിഞ്ഞാറൻ പ്രദേശമായ കൂക്സിൽ സൈനിക ഓഫീസ് തുറന്നിരിക്കുകയാണ് യുക്രൈൻ പട്ടാളം. കൂക്സ് മേഖലയിൽ 50 കിലോമീറ്റർ ഉള്ളിലേക്ക് യുക്രൈൻ സൈന്യം കടന്നിട്ടുണ്ട്. ജനവാസ കേന്ദ്രങ്ങളടക്കം 1150 ചതുരശ്ര കിലോമീറ്റർ പ്രദേശം യുക്രൈൻ നിയന്ത്രണത്തിലാക്കി എന്നാണ് റിപ്പോർട്ട്.
ഡൽഹിയിലെ വൻ സ്വീകരണത്തിന് പിന്നാലെ സ്വന്തം നാട്ടുകാർ ഗുസ്തി താരം വിനേഷ് ഫോഗട്ടിനെ കരുതി വെച്ചത് മറ്റൊരു ഗംഭീര സ്വീകരണം. ഡൽഹിയിൽ നിന്ന് പുറപ്പെട്ട താരം വഴിയിലുടനീളം സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി സ്വന്തം ഗ്രാമമായ ഹരിയാനയിലെ ചാർക്കി ദാദ്രി ജില്ലയിലെ ബലാനിയിലെത്തിയത് 3.5 മണിക്കൂറിന് പകരം 12 മണിക്കൂർ കൊണ്ട്. നോട്ടുമാലയും തലപ്പാവും അണിയിച്ച് ഗ്രാമം വിനേഷിനെ സ്വീകരിച്ചത് 750 കിലോഗ്രാം ലഡുവുമായാണ്. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഷാജി പത്മനാഭൻ. ഡെയിലി ന്യൂസ് ലൈവ്.in വാർത്തകൾ വിരൽ തുമ്പിൽ.